5 പതിറ്റാണ്ടിലേറെ നീണ്ട സംഗീത ജീവിതത്തിനാണ് തിരശീല വീഴുന്നത്. നേരത്തെ സജീവ് സി വാര്യർ സൂചിപ്പിച്ചതുപോലെ മഞ്ഞലയിൽ മുങ്ങിത്തോർത്തി എന്ന ഗാനം അന്ന് സിനിമാ ഗാനങ്ങൾ അധികവും ആകാശവാണിയിലൂടെ റേഡിയോയിലൂടെ ആണ് കേൾക്കാൻ പറ്റാറുള്ളത്. ഇപ്പോൾ സംവിധായകൻ കമൽ കൂടി ചേരുന്നുണ്ട്. ശ്രീ കമൽ, ഏതെങ്കിലും ഒരു ഗാനത്തെ എടുത്തു കാണിച്ചുകൊണ്ട് അദ്ദേഹത്തെ ഓർത്തെടുക്കാനല്ല, മറിച്ച് പാടിയ മുഴുവൻ ഗാനങ്ങളും ഒരു നിമിഷം കൊണ്ട് മനസ്സിലേക്ക് ഓടിയെത്തും എന്നുള്ളതാണ് ആ ഗായകന്റെ പ്രത്യേകത. മലയാളത്തിന്റെ ഭാവഗായകനെ എങ്ങനെയാണ് ഓർത്തെടുക്കാൻ സാധിക്കുന്നത്? ഏറ്റവും പ്രധാനമായിട്ടുള്ള കാര്യം എന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഞങ്ങളുടെയൊക്കെ കൗമാര യൗവന കാലഘട്ടങ്ങളിൽ യേശുദാസിന്റെയും ജയചന്ദ്രന്റെയും ശബ്ദമാണ് നമ്മളെയൊക്കെ പ്രചോദിപ്പിച്ചിട്ടുള്ള ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്ന് പറഞ്ഞാൽ. ഞാൻ സിനിമയിലേക്ക് കടന്നു വരാനുള്ള കാര്യങ്ങൾ ഒരു താല്പര്യം പോലും ഉണ്ടായത് ഈ പാട്ടുകളിലൂടെയാണ്. പലയിടത്തും ഞാൻ പറഞ്ഞിട്ടാണ് എനിക്ക് ജയേട്ടനായിട്ടുള്ള ബന്ധം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ കോളേജിൽ പഠിക്കുന്ന കാലം മുതലേ ഉള്ളതാണ്. ഞാനിവിടെ ക്രൈസ്റ്റ് കോളേജിലാണ് പഠിച്ചത്. ജയേട്ടൻ അവിടെ തന്നെയാണ് എന്റെ വളരെ മുമ്പായിട്ട് പഠിച്ചു പോയതാണ്. അന്ന് ഇരിഞ്ഞാലക്കുടക്കാരൻ എന്നുള്ള രീതിയിൽ ഞാൻ ജയേട്ടനെ അവിടെ വെച്ച് പരിചയപ്പെടുന്നുണ്ട്. പിന്നെ ചെന്നൈയിൽ വെച്ചിട്ട് പലതവണ കണ്ട് അങ്ങനെ വലിയൊരു ആത്മബന്ധം ഉണ്ടായിരുന്നു ആദ്യകാലത്ത് തന്നെ. പക്ഷെ ആദ്യകാലത്ത് എന്റെ സിനിമകളിലൊന്നും ജയേട്ടൻ പാടിയിട്ടുണ്ടായിരുന്നില്ല. അപ്പൊ ഇടക്ക് പരിഭവം പറഞ്ഞ് ഒരിക്കൽ എന്നെ വഴക്കും പറഞ്ഞു ജയേട്ടൻ, നീ എന്നെ മാത്രം പാടാൻ വിളിക്കൂല, നീ അതിന് മാത്രം പാടിക്കുള്ളൂ എന്നൊക്കെയുള്ള രീതിയിൽ അങ്ങനെ ഒരു ബന്ധമായിരുന്നു ഞങ്ങളതിന്. അതിന്റെ ഒരു പ്രായശ്ചിത്തം പോലെയായിരുന്നു വിദ്യാസാഗറിനോട് ഞാൻ കൂടി ആവശ്യപ്പെട്ടിട്ടാണ് പ്രായം തമ്മിൽ മോഹൻ നൽകി എന്നുള്ള പാട്ട് പാടിയത്. അത് നിറം എന്ന് പറയുന്ന സിനിമയിൽ അതൊരു ഗ്യാപ്പിന് ശേഷമാണ്. ആ സമയത്ത് മലയാളത്തിൽ പുരസ്കാരങ്ങളും ലഭിച്ചു അല്ലെ? ആ വർഷത്തെ മികച്ച ഗായകനുള്ള അവാർഡും കിട്ടി. അതിലൊരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ 1978 അതിനു മുമ്പ് ബന്ധനം എന്ന് പറഞ്ഞ സിനിമയിൽ ജയേട്ടന് അവാർഡ് കിട്ടുന്നത്. നീലഗിരിയുടെ ആ പണിയുരാത്തതിന് ശേഷം ബന്ധനത്തിനാണ് മികച്ച ഗായകനുള്ള അവാർഡ് കിട്ടുന്നത്. പിന്നെ 22 വർഷങ്ങൾക്ക് ശേഷമാണ് നിറത്തിന് അവാർഡ് കിട്ടുന്നത്. പിന്നീട് ഒരുപാട് സിനിമകളിൽ എന്റെ സിനിമകളിൽ പാടി. ഇപ്പോ കല്ലായി കടവത്തെ, എന്തേ ഇന്നും വന്നില്ല, അങ്ങനെയൊക്കെ തുടങ്ങിയിട്ട് ഒരുപാട് പാട്ടുകൾ പാടി, പൊന്നുഷെന്നും എന്നൊക്കെ പറഞ്ഞിട്ട്. അപ്പൊ പിന്നീട് ഉള്ളൊരു ബന്ധം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാനും ചേട്ടനും തമ്മിൽ വളരെ വളരെ അടുത്ത ബന്ധം ഉണ്ടായിരുന്നു. എനിക്ക് ഏറ്റവും വലിയൊരു സങ്കടം എന്ന് പറഞ്ഞാൽ 4 ദിവസം മുമ്പ് ഗുരുവായൂരിൽ ഒരു പരിപാടി ഉണ്ട്. ജയേട്ടന് ഗുരുവായൂരിലെ പൗരാവലി കൊടുക്കുന്ന ഒരു അവാർഡ് വാങ്ങിക്കാനായിട്ട് ചേട്ടൻ വരും. കാരണം ഗുരുവായൂരായതുകൊണ്ട്, ഗുരുവായൂർ കൃഷ്ണന്റെ നടയുടെ അടുത്തുള്ളതായതുകൊണ്ട് ഞാൻ വരും എന്ന് ചേട്ടൻ പറഞ്ഞിട്ട് ഞാനായിരുന്നു ആ അവാർഡ് കൊടുക്കുന്നത്. എനിക്ക് എന്നെ സംബന്ധിച്ചുള്ളത് വലിയൊരു പ്രിവിലേജ് ആയിരുന്നു അദ്ദേഹത്തിന് അങ്ങനെ ഒരു അംഗീകാരം കൊടുക്കാൻ, എന്റെ കൈകൊണ്ട് കൊടുക്കാന്നുള്ളത്. അങ്ങനെ ആ ഫംഗ്ഷൻ അവിടെ ചെല്ലുമ്പോഴാണ് അറിയുന്നത് ചേട്ടൻ വീണിട്ട് ഹോസ്പിറ്റലിലായി. ചേട്ടന്റെ മകനാണത് വന്ന് ഏറ്റുവാങ്ങിയത്. അപ്പൊ തന്നെ ചേട്ടന്റെ മകൻ പറയണ്ടായിരുന്നു, കാരണം കുറച്ച് ആശങ്കയുണ്ട്, അച്ഛൻ കുറച്ച് എല്ലാത്ത അവസ്ഥയിലാണെന്ന് പറഞ്ഞിരുന്നു. പിന്നീട് പോയി കാണണമെന്ന് വിചാരിച്ചിരിക്കുമ്പോഴാണ് വിയോഗം അറിയുന്നത്. സത്യത്തിൽ പറഞ്ഞാൽ വല്ലാത്തൊരു നഷ്ടമാണ്. ദാസേട്ടനായിട്ടും അതിന്റെ അടുപ്പുണ്ടായിരുന്നു. അതിനേക്കാളും കൂടുതലൊരു അടുപ്പം ജയേട്ടനായിട്ടുണ്ടായിരുന്നു, വ്യക്തിപരമായിട്ട് എനിക്കുണ്ടായിരുന്നുള്ളതാണ്. കാരണം അദ്ദേഹം എല്ലാവരോടും അധികം സംസാരിക്കാത്ത ഒരാളായിരുന്നു. അദ്ദേഹത്തിന് അടുപ്പുള്ള ആൾക്കാർക്കറിയാം. പക്ഷെ അദ്ദേഹത്തിന് അടുപ്പുള്ള ആൾക്കാരോട് അദ്ദേഹം ഒരുപാട് സംസാരിക്കുകയും തമാശകൾ പറയുകയും വഴക്കൂടുകയും ഒക്കെ ചെയ്യുന്ന ഒരു വ്യക്തിയായിരുന്നു. ശരിക്കും മലയാളികളെ സംബന്ധിച്ചുള്ള വലിയൊരു നഷ്ടം തന്നെയാണ് ഈ 2 ശബ്ദങ്ങൾ എന്ന് പറയുന്നത്. മലയാളികളെ എത്രയോ പതിറ്റാണ്ടുകൾ ഇങ്ങനെ കൊണ്ടുപോയിട്ടുള്ളതാണ്, അവരുടെ ജീവിതമായിട്ട് ബന്ധപ്പെട്ടിട്ട് പോയിട്ടുള്ളതാണ്. അതിന്റെ ഒരു പ്രധാനപ്പെട്ട ഈ ഭാവഗായകൻ എന്ന് പറയുന്നത് അതാണ്. ഒപ്പം ഈ ലളിതഗാനങ്ങൾ, അതോടൊപ്പം ചെറിയ ചില വേഷങ്ങളും അദ്ദേഹം സിനിമകളിൽ ചെയ്തിരുന്നു. അതെ 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 അതിപ്പോ നമുക്കറിയാലോ, നക്ഷത്രങ്ങളുടെ അദ്ദേഹം അഭിനയിച്ചിട്ട് വളരെ ഒരു തമാശക്കുള്ള ഒരു കഥാപാത്രമാണ്. ഒരു സുഖിമാനായിട്ടുള്ള ഒരു തമ്പുരാനായിട്ടുള്ള അഭിനയിച്ചു, ഒരു തമ്പൂരിയായിട്ടുള്ള അഭിനയിച്ചു. അപ്പൊ നന്നായിട്ട് അഭിനയിക്കുകയും ചെയ്യുമായിരുന്നു. പിന്നീട് പല സിനിമയിലും ചേട്ടനെ വിളിച്ചപ്പോൾ ചേട്ടൻ പറഞ്ഞു എനിക്കായാലും താല്പര്യമില്ലാന്ന് പറഞ്ഞിട്ട് ഒഴിഞ്ഞു മാറാണ് ചെയ്തിട്ടുള്ളത്. ഇത് ലളിതഗാനത്തെ കുറിച്ച് പറഞ്ഞു. ഒറ്റ ഗാനം മതി. നമ്മൾ ഒരുപാട് പാട്ട് അദ്ദേഹം പാടിയിരുന്നു, പക്ഷെ ഒറ്റ ഗാനം ഒന്നിന് ശ്രുതി താഴ്ത്തി പാടുക പോകും. ഞാൻ തന്നെ പലപ്പോഴും ചേട്ടനോട് പറഞ്ഞു, ചേട്ടൻ ഒന്നും ആ പാട്ട് പാടും, ഒന്ന് കേൾക്കാൻ കൊതിയായിട്ടാണ്. സ്വകാര്യ സദസ്സിലിരുന്നിട്ട് ഒരു മടിയും കൂടാതെ ഞങ്ങളെപ്പോലെ എത്രയോ ജൂനിയർ ആയിട്ടുള്ള ഒരാളുടെ മുമ്പിൽ ഇരുന്നിട്ട് അദ്ദേഹം അത് പാടും. വെറുതെ ഇരുന്ന് പാടുമ്പോൾ ആ ഭാവം അതേപോലെ ഉണ്ടാവുന്നതാണ് ഏറ്റവും വലിയൊരു സംഭവം. നമുക്ക് അത്ഭുതം തോന്നും, കാരണം എങ്ങനെ പാടിയാലും അദ്ദേഹം. അതുപോലെ തന്നെ എപ്പോഴും ചേട്ടന് സ്വകാര്യ സദസ്സിൽ പാടുന്നത് അദ്ദേഹത്തിന്റെ യേശുദാസിന്റെ പാട്ടുകളല്ല, റഫീ സാബിന്റെ പാട്ടുകളാണ്. റഫീ സാബിന്റെ പാട്ടുകളെല്ലാം അദ്ദേഹത്തിന് കാണാപ്പാടായിരുന്നു. അത് ഇരുന്നിങ്ങനെ പാടും. അതൊരു സന്തോഷമായിരുന്നു അദ്ദേഹത്തിന്. റെക്കോർഡിങ്ങിനൊക്കെ വന്നാലും വെറുതെ ഇരുന്നിട്ട് അദ്ദേഹത്തിന്റെ പാട്ട് പാടുന്നതിന് മുമ്പുള്ള ഇടവേളകളിൽ ഇതിരുന്ന് ഇങ്ങനെ പാടുമായിരുന്നു. അപ്പൊ അങ്ങനെയൊക്കെ ഒരു ഭയങ്കര സഹൃദയനായിട്ടുള്ള, നന്മ മാത്രമുള്ള, പാട്ട് മാത്രം ഒരു ലോകമായിട്ടുള്ള വേറെ ഒരു കാര്യം അദ്ദേഹത്തിന് അറിയില്ല. അങ്ങനെ ഒരു വ്യക്തിയായിരുന്നു. ഈ തൃശ്ശൂർക്കാരെ സംബന്ധിച്ചുള്ള ഒരു വികാരമായിരുന്നു ജയേട്ടൻ എന്നുള്ളതാണ് എനിക്ക് എപ്പോഴും തോന്നിയിട്ടുള്ള ഒരു കാര്യം.
വളരെ നന്ദി ശ്രീ കമൽ പ്രതികരിച്ചതിന്. അദ്ദേഹത്തെ സംബന്ധിച്ചിടത്തോളം അതൊരു തീരാ നഷ്ടമായി പോയി. അദ്ദേഹത്തിന്റെ കയ്യിൽ നിന്നൊരു ഉപഹാരം നൽകാൻ സാധിക്കുമെന്ന പ്രതീക്ഷയോടെ എത്തിയതാണ്, പക്ഷേ അതിന് കാത്തുനിന്നില്ല.